ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്രമിയായ ഭരണാധികാരിയെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാകുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പഠിപ്പിച്ചത്? അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറയാനല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആ ആളെ കഥ അപ്പ കഴിയും അവിടെ. പിന്നെന്താ പറഞ്ഞത്? കലിമത്തുൽ ഹഖി ഇൻദ സുൽത്താനിൻ ജാഇർ. അക്രമിയായ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക, യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് മാന്യമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീ ചെയ്യുന്നത് തെറ്റാടാ എന്ന് പറഞ്ഞാൽ അയാളെ കഥ കഴിയും അവിടെ. ആ മാന്യമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ കാണുകയും മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഹക്കായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഉസ്താദ് തന്റെ FB-യിൽ കുറിക്കുന്നുണ്ട്. വഖഫ്, SIR ആശങ്കകൾ, പുരാതന മസ്ജിദുകൾ, ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളുടെ സംരക്ഷണം, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപെടേണ്ട ആവശ്യകത, ഇതെല്ലാം വളരെ മാന്യമായിട്ട് ഉസ്താദ് അവതരിപ്പിച്ചു കൊടുത്തു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. കലിമത്തുൽ ഹഖ്, യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പോയിട്ട് നീ ചെയ്യുന്നതൊക്കെ തെറ്റാടാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ തിരിച്ചു പോരാൻ പറ്റുമോ? അക്രമിയായ ഭരണാധികാരിയെ മുഖത്ത് നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും അത് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ത് പറയണം? നിങ്ങൾ ചെയ്യുന്ന നല്ല ഉഷാറായിട്ടുണ്ട്, നമ്മളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് മൗദൂദിയൻ കുത്തിത്തിരിപ്പ്. ഉസ്താദ് അവിടെ പോയിട്ട് നരേന്ദ്രമോദിയെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഉഷാറാണ്, നിങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞോ? എന്നിട്ട് വെറുതെ അങ്ങ് വിടുക. പിന്നെ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഇവിടെ നമുക്ക് സംരക്ഷണമുണ്ട്. കാരണം നമുക്കിവിടെ പള്ളി ഉണ്ടാക്കാം, നമുക്കിവിടെ മദ്രസ ഉണ്ടാക്കാം. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, പള്ളിയും മദ്രസയും ഉണ്ടാക്കാനുള്ള സംരക്ഷണം ഇവിടെ മോഡി കൊടുക്കുന്നതാണോ? ഇവിടുത്തെ പ്രധാനമന്ത്രി കൊടുത്തതാണോ? അല്ലെങ്കിൽ BJP സർക്കാർ കൊടുത്തതാണോ? അല്ല, മറിച്ച് അത് നൽകുന്നത് ഇവിടുത്തെ ഭരണഘടനയാണ്. അപ്പോ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഭരണഘടനയിലാണ്. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ ചില രാഷ്ട്രീയ അജണ്ടയിൽ വീണുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ആകെ പ്രയാസത്തിലാണ്, ആകെ ബുദ്ധിമുട്ടിലാണ്, നമ്മൾ ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുകയാണ് എന്ന് നമ്മൾ ഇന്ത്യക്കാരെയല്ല, നമ്മൾ പുറത്തുനിന്ന് ഇവിടേക്ക് കയറി വന്നവരാണ് എന്ന് നമുക്ക് സ്വയം തോന്നിപ്പോകുന്ന, നമുക്ക് ഭയം നൽകുന്ന, നമ്മളെ പ്രതീക്ഷകളെ, ആത്മധൈര്യത്തെ നഷ്ടപ്പെടുത്തുന്ന അതുപോലത്തെ വാക്കുകൾ പറയാതെ മറിച്ച് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട്, അത് ഭരണഘടന നൽകുന്നുണ്ട്, ആ അവകാശം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പള്ളിയും മദ്രസയും ഉണ്ടാക്കും എന്ന പ്രതീക്ഷയുടെ വാക്കുകളാണ് പറയേണ്ടത് എന്ന് കാന്തപുരം ഉസ്താദിന് നല്ല രീതിയിൽ അറിയാം. പ്രത്യേകിച്ച് ചോദിക്കുന്നത് ഒരു ദേശീയ മാധ്യമമാണ്. ഉസ്താദാകട്ടെ ഗ്രാൻഡ് മുഫ്തി എന്ന ഒരു വലിയ പദവിയിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ പറയേണ്ട രൂപം എന്താണ് എന്ന് ഉസ്താദിന് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണോ ഉസ്താദ് പറയുന്നത്? അല്ല, ഉണ്ട്. SIR പ്രശ്നമാണ്, വഖഫിന്റെ നിയമം പ്രശ്നമാണ്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പ്രശ്നമാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാരിന്റെ വിമുഖത അത് പ്രശ്നമാണ്. അതൊക്കെ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണേണ്ട സ്ഥലത്ത് പോയി കണ്ട് അവതരിപ്പിച്ച് അതിന് പരിഹാരം കാണുക എന്നതിനപ്പുറം ആ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ വിളിച്ചു പറയുക എന്നുള്ള ശൈലി നല്ലതല്ല എന്ന് ഉസ്താദ് പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വിമർശനമാകുമ്പോൾ ഇദ്ദേഹത്തിന് അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചില മുസ്ലിം സംഘടനകൾ RSS നേതൃത്വമായി ചർച്ച നടത്തിയല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാളാ, എന്തിനാ ചില മുസ്ലിം സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറുതാക്കുന്നത്? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോയി അങ്ങനെ പറയും. RSS നേതൃത്വമായി ചർച്ച നടത്തിയല്ലോ, അവർക്കാവാം, എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ RSS നേതൃത്വമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് അവർ തന്നെ ചർച്ച നടത്തിയവർ തന്നെ പുറത്തുനിന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്തത്? RSS ഒരു മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്നതിന്റെ ഭാഗമായി മുസ്ലിം സംഘടനാ പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. ഏതൊക്കെ സംഘടനകൾ അതിലുണ്ട് അതൊന്ന് പറയും. കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയും അതിലില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി അവിടെ പോയിട്ട് RSSുമായി ചർച്ച ചെയ്തതിനെ അവരെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. ഈ സംഘടനാ പ്രതികളല്ല RSSനോട് പറഞ്ഞത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണ്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ കൂടുതലാണത്, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം, നിങ്ങൾ ഔട്ട്റീച്ച് ലക്ഷ്യമായിരിക്കണം അവർ പറഞ്ഞത്. അതല്ലാതെ അവർ പുറത്തിറങ്ങി വന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരാണെന്ന് ബൈറ്റ് കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ മൗദൂദികൾ RSSുമായിട്ട് ചർച്ച നടത്തിയത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പല പ്രശ്നങ്ങളുമുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ല എന്റെ ചങ്ങാതിമാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ RSSന്റെ നേതാക്കൾ ഇവിടുത്തെ ആരാ? പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ? അതൊക്കെ പോട്ടെ, ഒരു MLA എങ്കിലും ആണോ? പിന്നെ എന്തർത്ഥത്തിലാണ് അവർ പരിഹരിക്കുക? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിയെ കണ്ടത് BJPയുടെ നേതാവ് എന്ന അർത്ഥത്തിലല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ നിങ്ങൾ RSSന്റെ നേതാക്കളെ കണ്ടത് എന്തർത്ഥത്തിലാ?
അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ RSS എന്ന് പറയുന്ന വർഗീയ സംഘടനയുമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് കാന്തപുരം ഉസ്താദിന്റെ മെക്കെട്ട് കയറാൻ നിൽക്കുകയാണ് മൗദൂദികൾ. എന്നിട്ട് പറയാണ് ഞങ്ങൾ RSSുമായിട്ട് ചർച്ച നടത്തിയത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണമെന്ന് പറയാനാണ്. ഒലക്കയാണ് ഒലക്ക. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ പലയിടങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങളും മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും നടക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത്? ഉസ്താദ് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, മുസ്ലിങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഭരണഘടനാപരമാണ് എന്ന് ഉസ്താദിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് ഇവിടെ പള്ളിയും മദ്രസയും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, അത് മോഡിയുടെ വക കിട്ടിയതല്ല, അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വെച്ചു തരുന്ന അവകാശങ്ങളാണ്. ഉസ്താദ് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് എന്ന് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ്. നമുക്ക് ഈ അർത്ഥത്തിൽ അഥവാ വ്യക്തമായ ഒരു ഭരണഘടന, പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു ഭരണഘടന ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഏത് പ്രശ്നത്തിനും പരിഹാരം കോർട്ടുകളുണ്ട്, ഞങ്ങൾക്ക് പ്രശ്ന പരിഹാരം ലഭിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് പൂർണ്ണ സുരക്ഷ എന്ന് പറഞ്ഞത്. പക്ഷേ എന്നാലും എനിക്കവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ നടക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമം എടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ്, ആകെ ഭീതിയിലാണ് എന്ന് പറയുമ്പോ പഠനങ്ങൾ പറയുന്നത് ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തോടുകൂടെ കഴിയുന്നു എന്നാണ്. അത് നമുക്കിവിടെ ഭരണഘടന അനുവദിച്ചു തരുന്ന ഒരു അവകാശമാണ്, അല്ലാതെ പ്രധാനമന്ത്രി മോഡി തരുന്ന അവകാശമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ചില അക്രമങ്ങളെ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നാണ് സുരക്ഷിതരായിട്ടുള്ളത്? ഞാനിത് വെറുതെ ചോദിക്കല്ല. നിങ്ങൾ നോക്കൂ, 2014 മുന്നേയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നിട്ടുള്ളത്. 1961 ജബൽപൂർ കലാപം നടന്നു, 50-ലധികം ആളുകൾ മരിച്ചു. 1969 അഹമ്മദാബാദ് കലാപം നടന്നു, 600-ലധികം ആളുകൾ മരിച്ചു. 1970 ഭിവാണ്ടി കലാപം നടന്നു, 100-ലധികം ആളുകൾ മരിച്ചു. 1980 മൊറാദാബാദ് കലാപം നടന്നു, 400-ലധികം ആളുകൾ മരിച്ചു. 1989 ബഗൽപൂർ കലാപം നടന്നു, 1000-ലധികം ആളുകൾ മരിച്ചു. 1990 ഹൈദരാബാദ് കലാപം നടന്നു, 300-ലധികം ആളുകൾ മരിച്ചു. 2013 മുസാഫർ നഗർ കലാപം നടന്നു. അങ്ങനെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ കലാപം, അപ്രകാരം 2022 ഗുജറാത്തിൽ നടന്ന കലാപം. ഇനി സ്ഫോടനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലോ, മക്ക മസ്ജിദ് സ്ഫോടനം, അപ്രകാരം അജ്മീർ ദർഗാ സ്ഫോടനം, ഇതൊക്കെ നടന്നത് എപ്പോഴാണ്? ഈ 2014 മുന്നേയാണ്. ഈ കണക്കുകളെല്ലാം നോക്കുമ്പോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്നെങ്കിലും സുരക്ഷിതരായിട്ടുണ്ട് എന്ന് ഇപ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ആകെ പ്രയാസത്തിലാണ്, ആകെ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നത്? പല സ്ഥലങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഹിന്ദുത്വ ഭീകരവാദികളിൽ നിന്ന് അക്രമം നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ശക്തമായിട്ടായിരുന്നു 2014 മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, കലാപങ്ങൾ. അപ്പോൾ ഇന്ന് പറയുന്ന ആളുകൾ അന്നും ഇത് പറയണ്ടേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ചിലയിടങ്ങളിൽ ഉണ്ടാകുന്ന കലാപങ്ങളും പ്രശ്നങ്ങളുമാണ്, അത് അവിടെ നിന്ന് പരിഹരിക്കുക എന്നല്ലാതെ അത് വെച്ചിട്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഫാലസിയാണ്. ഇത് ഏതുപോലെ എന്ന് വെച്ചാൽ സംഘികൾ പറയുന്നത് പോലെയാണ്. സംഘികൾ പറയും ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, പഹൽഗാമിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി, ഡൽഹിയിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി, അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും നമുക്ക് ഭീഷണിയാണ് എന്ന് പറയുന്നത് പോലെ ചില സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ അക്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ പ്രശ്നത്തിലാണ്, ആകെ ബേജാറിലാണ് എന്ന് പറയുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് 2014 ശേഷം അഥവാ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്നല്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കാന്തപുരം ഉസ്താദ് നരേന്ദ്രമോദിയെ കാണാൻ പോയത്. മറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ ആകെ പ്രശ്നത്തിലാണ്, ആകെ പ്രയാസത്തിലാണ്, ആകെ ബുദ്ധിമുട്ടിലാണ്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇന്ത്യക്കാരെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ അത് ചില രാഷ്ട്രീയ അജണ്ടകളാണ്. ആ അജണ്ടയുടെ കൂടെ കൂടാൻ ഉസ്താദിനെ കിട്ടില്ല എന്നാണ്.